ഓക്കെ, ഈ വീഡിയോ എന്താ വെച്ചാൽ ആപ്പിൾ എയർപോഡ്സ് പ്രോയുടെ ഒരു ഫുൾ റിവ്യൂ ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യില്ല. ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോന്റെ അടുത്തേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഇതിന്റെ ഡിസൈൻ ആണ്. വേഗം സ്ക്രാച്ചസ് ഒക്കെ പിക്കപ്പ് ചെയ്തിട്ട് അതൊരു മൈനസ് ആണ്. സ്ക്രാച്ചസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് കാണൂല, പക്ഷെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കുട്ടി കുട്ടിയായിട്ട് കുറെ സ്ക്രാച്ചസ് കാണാം. പിന്നെ ഇതിന്റെ ആ ഒരു വൈറ്റ് ഗ്ലോസി ഫിനിഷ് ആണ് അതിന് മെയിൻ കാരണം. ഒരു മാറ്റ് ഫിനിഷിൽ ബ്ലാക്ക് കളറിലൊക്കെ തന്നിട്ട് ശരിക്കും ആ ഒരു സ്ക്രാച്ച് പിക്കപ്പ് ചെയ്യില്ല. ബ്ലാക്ക് കളർ വേണമെന്നില്ല, ആ ഗ്ലോസി ഫിനിഷ് ഒഴിവാക്കിയിട്ട് ഒരു മാറ്റ് ഫിനിഷ് തന്നാൽ തന്നെ ആ ചെറിയ ചെറിയ സ്ക്രാച്ചസ് നമുക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു. പിന്നെന്താ വെച്ചാല് ഇതിന്റെ കേസ് ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചത് എന്താ വെച്ചാൽ ലെതർ കേസ് ആണ് ഞാൻ പിക്ക് ചെയ്ത്. ലെതർ കേസും എന്താ പറയാ ചെറിയ ചെറിയ സ്ക്രാച്ചസ് വേഗം ക്രിയേറ്റ് ചെയ്യാൻ കാരണമുണ്ട്. അപ്പൊ സോ ചൂസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് സിലിക്കോൺ കേസ് യൂസ് ചെയ്യാം. അപ്പൊ അത് സ്ക്രാച്ചസ് എന്താ പറയാ റിഡ്യൂസ് ചെയ്യും കുറെ. അപ്പൊ അതൊക്കെ തന്നെ ആ ഒരു സംഭവം അല്ലാണ്ട് അതിന്റെ ടെക്നിക്കൽ സൈഡ്, ആ ഡിസൈനിന്റെ ടെക്നിക്കൽ വശമൊക്കെ കിട്ടിലാണ്. അടിപൊളി ഡിസൈൻ ആണ്. ആ ഡിസൈനിൽ ചില വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഹെഡ്സെറ്റ് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഓട്ടോ കണക്ട് ഇത് ഊരിയാൽ തന്നെ അൺപെയർ ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ അത് നിങ്ങൾ പിന്നെയും വെക്കുമ്പോൾ കറക്റ്റ് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അങ്ങനത്തെ കുറെ ഡിസൈൻ വൈസ് ടെക്നിക്കലി അടിപൊളിയാണ്. പക്ഷെ ആ ലുക്ക് വൈസ് വേഗം സ്ക്രാച്ചും കാര്യങ്ങളും പിക്കപ്പ് ചെയ്യുന്ന ആ ചെളിയും കാര്യങ്ങളൊക്കെ വേഗം അറിയുന്നത് അതൊരു മൈനസ് ആയി തോന്നി. അതേ ഉള്ളൂ ഡിസൈൻ വൈസ്. പിന്നെ വന്നാൽ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് ഭയങ്കര രസമാണ്. നിങ്ങൾ ചുറ്റുള്ളതൊക്കെ നിങ്ങൾ ഹെഡ്സെറ്റ് വെക്കാണ്ട് നിന്ന് എങ്ങനെ കേൾക്കും അതേമാതിരി കേൾക്കും. ഭയങ്കര രസമുള്ള ഒരു ഫീച്ചറാണ് ട്രാൻസ്പെറൻസി. പിന്നെ ഇടയ്ക്ക് എന്താ പറയുക, ഈ ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ലേശം ലൗഡായിട്ട് കേൾക്കും. ആ ഡോർ അടയ്ക്കുമ്പോൾ ഒരു സ്പ്ലാഷ് ഓഫ് സൗണ്ട് ഉണ്ടാവില്ല, ആ ലേശം ലൗഡായിട്ട് കേൾക്കും. അങ്ങനത്തെ ചില സൗണ്ടൊക്കെ, അതായത് ഈ സ്പൂണൊക്കെ എടുത്ത് നിങ്ങൾ ഈ ചില്ലിൻ ടേബിളിന്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ലേശം ഹെവി ആയി കേൾക്കും. അങ്ങനത്തെ ചില സൗണ്ടൊക്കെ ലേശം ഒരു ലൗഡായിട്ടാണ് കേൾക്കുക. അത് മാത്രം ചിലവർക്ക് മൈനസ് ആയി തോന്നും, പക്ഷെ എനിക്ക് അതൊരു വേറൊരു ഫീൽ ആയിട്ടാണ് തോന്നിയത്. അല്ലാത്ത പക്ഷം നോർമലി നിങ്ങൾ ചുറ്റുപാടുള്ള എല്ലാ ശബ്ദങ്ങളും എല്ലാവരും കൂടെ സംസാരിക്കുന്നതൊക്കെ ഹെഡ്സെറ്റ് വെച്ചതായിട്ടേ ഫീൽ ചെയ്യില്ല. ഭയങ്കര ട്രാൻസ്പെറൻസി ഭയങ്കര രസത്തിന് ഫീൽ ചെയ്യും. സോങ്സ് ഒക്കെ നിങ്ങൾ പകുതി സൗണ്ട് വെച്ചിട്ട് ഈ ട്രാൻസ്പെറൻസിയും കൂടെ ഓണാക്കി കഴിഞ്ഞാൽ ആൾക്കാരെ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണ്ടേ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതും കേൾക്കും. സോങ്സും ചെറുതായിട്ട് മൈൽഡായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവും. അതും ട്രാൻസ്പെറൻസിയും കൂടി യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത മെയിൻ ഫീച്ചർ ആയിട്ട് വരുന്നത് നോയ്സ് ക്യാൻസലേഷൻ ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ സെക്കൻഡ് ജനറേഷൻ ടൈപ്പ് സി നോയ്സ് ക്യാൻസലേഷൻ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും, ചുറ്റുള്ളൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ കേൾക്കൂല എന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ചുറ്റുള്ള നോയ്സസ്, അതായത് സൗണ്ട് അല്ല നോയ്സസ് ഒന്ന് റിഡക്ഷൻ ചെയ്ത് തരൂ. അതാണ് ഈ നോയ്സ് ക്യാൻസലേഷന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അതായത് ചുറ്റുള്ള സൗണ്ട്സ് ഒക്കെ ഒന്ന് ഡൗൺ ആവും. നിങ്ങളെ ചെവിക്ക് ആ ഒരു ഹെവിനെസ്, ആ സൗണ്ടിന്റെ ഹെവിനെസ് ഒന്ന് കുറച്ച് തരും. പിന്നെന്താ വെച്ചാൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഓവർ സൗണ്ട് വരുമ്പോൾ നമുക്ക് ചെവിക്ക് ഒരു ഇത് വരില്ലേ, അതൊക്കെ ഒന്ന് കുറച്ച് തരും. അല്ലാതെ ആ സൗണ്ട് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിയിട്ട് ഇത് ചെവിയിലിട്ട പിന്നെ ചുറ്റുള്ളതൊക്കെ ഒന്നും കേൾക്കൂല, അങ്ങനെയൊന്നല്ല. അപ്പൊ അത് മനസ്സിലാക്കുക വാങ്ങുന്നതിന്. എനിക്കൊരു ആ ഈ എക്സ്പെക്ടേഷൻ ഇത് വാങ്ങുമ്പോൾ ആ ഒരു സംഭവത്തിലുണ്ടായിരുന്നു. അത് ഇത് വാങ്ങിയ ശേഷം കുറയുകയും ചെയ്തു. അപ്പൊ അത് നല്ല ഫീച്ചറാണ്. കാരണം ചുറ്റും കുറെ സൗണ്ട് ഉള്ളപ്പോൾ നമ്മൾ ഇറിറ്റേറ്റ് ആകുമ്പോൾ ഇത് ജസ്റ്റ് ഇട്ടൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ചില സൗണ്ടൊക്കെ മൊത്തത്തിൽ പോകുന്നുണ്ട് കേട്ടോ. അത് ചെറിയ ചെറിയ സൗണ്ടൊക്കെ ഒരു ഇതൊക്കെ ക്ലിയർ ആവും. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓവർ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക. നല്ലൊരു ഫീച്ചറാണ്. എസ്പെഷ്യലി ഭയങ്കര ട്രാഫിക് ഉള്ള സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉപകരിക്കുന്ന ഒരു ഫീച്ചറാണ് നോയ്സ് ക്യാൻസലേഷൻ. നെക്സ്റ്റ് ഫീച്ചറാണ് അഡാപ്റ്റീവ് ഓഡിയോ. ഈ ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ട്രാൻസ്പെറൻസി മോഡിന്റെയും നോയ്സ് ക്യാൻസലേഷന്റെയും ഒരു മിക്സർ ഓഫ് സംഭവമാണ് ഈ അഡാപ്റ്റീവ് ഓഡിയോ. ഇത് ആപ്പിൾ എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെയാണ് ഹെഡ്സെറ്റിന് ഈ ഒരു ഫീച്ചർ കൊടുത്തത്. ഈ ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷനിൽ ഈ ഫീച്ചർ ഓണാക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ചിലപ്പോൾ എനിക്ക് ആവശ്യം വരാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഇത് വാങ്ങുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫീച്ചർ ആവശ്യം വരികയും. ഒരു ഓക്കെ ആയിട്ടുള്ള ഫീച്ചർ, രണ്ടിന്റെ ഒരു മിക്സർ, അത്രേ പറയാം. സ്പേഷ്യൽ ഓഡിയോ ഇത് നിങ്ങൾ ആ 3D സൗണ്ട് ഉള്ള സോങ്സ് ആപ്പിൾ മ്യൂസിക്കിൽ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് എൻഹാൻസ്ഡ് ആയിരിക്കും. അല്ലാതെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിൽ ഉണ്ട് ഫീച്ചർ, പക്ഷെ ആപ്പിൾ മ്യൂസിക്കിൽ കേൾക്കുന്ന ആ ഒരു ഫീച്ചർ, അതായത് 3D സോങ്സ് ഇല്ല, 3D സപ്പോർട്ട് ആവുന്നത് ആ സോങ്സ് കേൾക്കുമ്പോൾ വേറെ തന്നെ ഒരു സ്പേഷ്യൽ ഓഡിയോക്ക് ഒരു ചെറിയ എൻഹാൻസ്മെന്റ് ഉണ്ട് ഉള്ളതാണ്. അല്ലാത്ത പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ ഓഡിയോ ആയിട്ട് ഈ ഒരു സ്പേഷ്യൽ ഓഡിയോ സെറ്റപ്പ് കിട്ടും. അതായത് സ്റ്റീരിയോ സെറ്റപ്പിലേക്കും കിട്ടുക. പക്ഷെ ഭയങ്കര രസമാണ്. എസ്പെഷ്യലി നിങ്ങൾ നടക്കാൻ പോകുമ്പോഴൊക്കെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നടക്കുമ്പോൾ നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കലി വളവിനും തിരിവിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ തലയൊക്കെ തിരിയും. ആ തല തിരിയുന്ന മൂവ്മെന്റിനൊക്കെ അനുസരിച്ച് ആ സോങ്സ് നിങ്ങൾക്ക് ആ പ്ലേ ആവുന്ന വിധം തന്നെ ഒന്ന് ചെറുതായിട്ട് മാറും. സൗണ്ട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ള പരിപാടി. പക്ഷെ അത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ആപ്പിൾ മ്യൂസിക്കിന്റെ സബ്സ്ക്രിപ്ഷൻ ഡേയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻഹാൻസ്മെന്റോടെ കേൾക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോർമൽ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ളതിലും കേൾക്കാം, പ്രശ്നമൊന്നുമില്ല. ഭയങ്കര അടിപൊളി ഫീച്ചറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫീച്ചറും ഈ സ്പേഷ്യൽ ഓഡിയോ ഫീച്ചറാണ്. അത് ഭയങ്കര രസമാണ് കേൾക്കാൻ.
കോൺവെർസേഷൻ അവയർനെസ് ഇതൊരു ഭയങ്കര ഫീച്ചറാണ്. ഞാൻ കൂടുതൽ ഇത് ഉപയോഗിക്കാറ് ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴും പെട്രോൾ പമ്പ് പോകുമ്പോഴും. ഞാൻ പെട്രോൾ പമ്പ് പോകുമ്പോൾ സോങ്സ് കേട്ടോണ്ട് കഴിയും. അപ്പോൾ ഓരോരുത്തേക്ക് സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെന്ന്. അപ്പം ഞാൻ ആ കാര്യമൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ സോങ്സ് ഡൗൺ ആവും. എന്നിട്ട് ആ ആൾ ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്താണോ പറയുന്നത് അത് ക്ലിയർ ആയിട്ട് കേൾക്കും. അതേപോലെ തന്നെ ഷോപ്പ് ചെയ്തിട്ട് ബില്ല് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആളെന്താണോ പറയുന്നത് അതെനിക്ക് കേൾക്കാൻ പറ്റും. അതൊക്കെ നല്ല അടിപൊളി ഫീച്ചറാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഷോപ്പിങ്ങിനും പെട്രോൾ അടിക്കാൻ പോകുമ്പോഴാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ആ ഒരു സിനാറിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇത് മെയിൻലി വർക്ക് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കുന്ന സോങ്ങിന്റെ സൗണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഡിറ്റക്ട് ചെയ്തിട്ട് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ഫീച്ചർ വർക്ക് ആവും. എന്നിട്ട് ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോയിട്ട് അപ്പുറത്തെ ആൾ എന്താണോ പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണ മാതിരിയാണ് ഈ ഒരു മോഡ് വർക്ക് ആവുന്നത് പൊതുവെ. അപ്പോൾ അടിപൊളി ഫീച്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് വേറെയും ഉണ്ട്, ലൈവ് ലിസൺ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ്, അതൊക്കെ ആഡ് ഓൺ പോലെയാണ്. പിന്നെ ഇതിൽ ടച്ച് ആയി പോകുന്നത്, അതായത് ഫോൾസ് ടച്ച് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. കാരണം ഇതിന്റെ ടച്ച് സിസ്റ്റം വേറെ തന്നെയാണ്. ഇവിടെ ഈ സ്റ്റമ്പിലാണ് ആ ഒരു ടച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഫോൾസ് ടച്ച് എന്നുള്ളത് ഈ കിടന്നുറങ്ങുമ്പോൾ കേൾക്കുമ്പോൾ ടച്ചായി പോവുക, പാട്ട് നിന്നു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് സൗണ്ട് കുറയുന്നതായിട്ട് ചെറുതായിട്ട് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഇടക്കിടക്ക് നിന്നൊരു കൂട്ടി കൊടുക്കും സൗണ്ട്. പിന്നെ ചില മോഡിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗണ്ട് ഒന്ന് ചെറുതായിട്ട് കുറയുന്നതായിട്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞാൻ അത് ഹെൽമെറ്റ് ഇടുമ്പോഴാണ് ഇത് ഭൂരിഭാഗം സംഭവിച്ചത്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മോസ്റ്റ്ലി വാക്ക് ചെയ്യുമ്പോഴും പിന്നെ നോർമലി യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ആ സൗണ്ട് കുറയുന്ന ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാൻ ഇതിന് മുമ്പിട്ട് ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിൽ കുറച്ച് കമന്റ്സ് വന്നിരുന്നു യൂട്യൂബിൽ. അപ്പൊ ഞാൻ അതിന് ഈ വീഡിയോയിൽ റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ച്. അതിൽ ഫസ്റ്റ് വന്ന കമന്റ് എന്താ വെച്ചാൽ മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, കിട്ടിലും ക്വാളിറ്റിയാണ്. കോൾസ് സംസാരിക്കുമ്പോഴൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടതെന്നാണ് ഞാൻ സംസാരിച്ച എന്റെ ഫ്രണ്ട്സൊക്കെ അഭിപ്രായം പറഞ്ഞത്. ഞാൻ യൂഷ്വലി ഫോണിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ കേൾക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ ട്രാഫിക്കിലും ട്രൈ നോക്കി, വൈൽ ഡ്രൈവിംഗിലും ട്രൈ നോക്കി. ഡ്രൈവിംഗിൽ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ടൂ വീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടൂ വീലറിന്റെ ഹോണൊക്കെ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് ചെറുതായിട്ട് ആ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ വോയിസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. ട്രാഫിക്കിലും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ എന്താ പറയാ നോർമൽ വാക്കിങ്ങിൽ റോഡിന്റെ സൈഡിൽ കൂടെ യൂസ് ചെയ്ത് നോക്കി, അപ്പോൾ ഒരു വിഷയമില്ല. ഞാൻ പറയുന്നത് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടതെന്നാ പറഞ്ഞത്. ഒരു ഇഷ്യൂസും ഇല്ല. ആ കാര്യത്തിലൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്, ആ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, ഒരു സീനുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ വേറൊരു കമന്റ് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് സൗണ്ട് വെച്ച് കേൾക്കുമ്പോൾ പാട്ടിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരു പ്രശ്നമില്ല, നല്ല സൗണ്ടിൽ നമുക്ക് പാട്ട് കേൾക്കാം. പക്ഷേ 2-3 സോങ്സ്, ചില സോങ്സ് ഒക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ഒന്ന് ആ ഒരു സൗണ്ട് പോരാത്ത പോലെ എനിക്ക് തോന്നി. അത് ആപ്പിൾ മ്യൂസിക്കിൽ ഞാൻ ലെവിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞ ഡുവാലിപ്പയുടെ ഒരു സോങ് ഉണ്ട്. ആ സോങ് കേട്ടപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ ചില സോങ്സ് ഉണ്ട്, ആ ഒരു സോങ് കേൾക്കുമ്പോൾ എന്താ പറയുക എനിക്ക് ആ ഒരു സൗണ്ട് പോരാത്ത പോലെ തോന്നി. ഞാൻ മുന്നേ യൂസ് ചെയ്ത ആൻഡ്രോയിഡ് ആണ്, അതിൽ ഭയങ്കര ലൗഡായിരിക്കും. പക്ഷെ ഇതിൽ എന്താ പറയുക ആ ഒരു ലൗഡ്നെസ് എനിക്ക് കിട്ടാത്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ അതേ സോങ് ഞാൻ യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സൗണ്ട് ഉള്ളതായിട്ട് തോന്നി. ഇത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കുട്ടികൾ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് എയർപോർട്സിൽ, ബഡ്സിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കിഡ്സിന് വേണ്ടി എക്സ്ട്രാ സ്മോൾ സൈസ് ഒക്കെ ബഡ്സ് കൊടുക്കുന്നുണ്ട് എയർപോർട്സ് പ്രോക്ക്. അപ്പൊ കിഡ്സ് എന്താ പറയുക ഈ സൗണ്ട് കിട്ടിയിട്ട് കേടായി പോണ്ട വിചാരിച്ചിട്ടായിരിക്കും ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. അത് എന്താ പറയാ ഞാൻ ചെറുതായിട്ട് ഫീൽ ചെയ്ത സംഭവമാണ്. പക്ഷെ അത് യൂസ് ടു ആയി കഴിഞ്ഞാൽ സീനൊന്നുമില്ല. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഞാൻ കേട്ട ലോക്കൽ പ്രൊഡക്ട്സ് ഒക്കെ, ലോക്കൽ എന്നല്ല സോറി അങ്ങനെ പറയുന്നത്, ഞാൻ കേട്ട ഇതിന് മുന്നേ ഉള്ള പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ വിഷു ആയതുകൊണ്ട് കുറച്ച് പടക്കം, ഇതിന് മുന്നേ ഉള്ള കേട്ട പ്രൊഡക്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ അങ്ങനെ സൗണ്ട് എന്താ പറയാ ആ ഒരു നല്ല ഹെവി ആയിരിക്കും, കുത്തുന്ന സൗണ്ട് ആയിരിക്കും. ആ ഒരു സൗണ്ട് ഒക്കെ കേട്ടിട്ട് എന്റെ ചെവി ചിലപ്പോൾ അതിന്റെ ഇതൊക്കെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് എനിക്ക് ആ സൗണ്ട് ചെറുതായിട്ട് തോന്നിയതായിരിക്കും. പക്ഷെ ചില സോങ്സ്, പഴയ സോങ്സ് ഒക്കെ, നമ്മളെ പഴയ സിനിമയിലെ സോങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, മലയാളം തമിഴൊക്കെ, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല പഴയെന്ന് വെച്ചാൽ ഓവർ പഴയല്ല, 2010 2009 ആ റേഞ്ചുള്ള സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നല്ല ആവശ്യത്തിനുള്ള ലൗഡ്നെസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ മെയിൻലി ഫീൽ ചെയ്ത് ലെവിറ്റേറ്റിംഗ് സോങ്ങിനായിരുന്നു. ഞാൻ ഇടക്കിടക്ക് കേൾക്കുന്ന ഒരു സോങ് ആണ്. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് പറയാന്ന് വിചാരിച്ചു. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല അടിപൊളി ക്വാളിറ്റി സൗണ്ട്സും ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷനും ആ മ്യൂസിക് ഒക്കെ കിഡിലായിട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആപ്പിളിന്റെ എയർപോർട്സ് പ്രോ 2nd ജനറേഷൻ. കാരണം അത്രയും പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ആ ഒരു സൗണ്ട് ക്വാളിറ്റി എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില ലവ് സോങ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക ഇങ്ങനെ ഇരുന്ന് പോകും. അത്രയും നല്ല രീതിയിലുള്ള മ്യൂസിക് തരാൻ കഴിവുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. പിന്നെ എല്ലാ ആപ്പിൾ ഡിവൈസിനും ഉള്ള പോലത്തെ ആ ഒരു ശ്രദ്ധ ആൾക്കാർ ശ്രദ്ധിക്കില്ലേ, ഏത് ആപ്പിൾ ഡിവൈസ് ആണെങ്കിലും ആടാ ഓൻ്റെ ഈ സാധനം എന്നുള്ള ആ ശ്രദ്ധ ഇതിന് വലുതായിട്ട് കിട്ടണമെന്നില്ല. മെയിൻ റീസൺസിൽ ഒന്ന്, ഇത് മാർക്കറ്റിൽ ഇതിന്റെ ഫസ്റ്റ് കോപ്പി അവൈലബിൾ ആണ്, കാണാൻ അതേമാതിരി അച്ചടിച്ച് വെച്ചായിട്ടുണ്ടാവും. അപ്പൊ ആരും വിശ്വസിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഇന്ന പോലെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഉള്ളൂ. ഞാൻ ഒരു 2 വീലറിലൊക്കെയാണ് പോകുക, അപ്പൊ ആരും വിശ്വസിക്കണമെന്നില്ല അത് ഒറിജിനലാന്ന്. പിന്നെ ഇൻ കേസ് അയാൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും അയാൾക്ക് മനസ്സിലാവുക ഇത് ഒറിജിനലാന്നുള്ളത്. അപ്പൊ ആ ഒരു സംഭവം.
പിന്നെന്താ വെച്ചാൽ മ്യൂസിക്കിനോടുള്ള താല്പര്യം, പിന്നെ ആപ്പിൾ ഫോൺ ഉണ്ട് കയ്യിൽ, വയർലെസ്സിൽ നല്ല ക്വാളിറ്റിയിൽ മ്യൂസിക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഏക ഓപ്ഷൻ ഇതേ ഉള്ളൂ. പിന്നെ ആ ഒരു കൺവീനിയൻസ്, നിങ്ങൾക്ക് സിറീനെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളെ ഫോൺ എവിടെ വെച്ചാലും ഹേ സിറി എന്ന് പറയുമ്പോൾ സിറി റിപ്ലൈ ചെയ്യും ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൺവീനിയന്റ് ആവും, നിങ്ങളെ കാര്യങ്ങളൊക്കെ ടച്ച് ഫീച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ. വയർലെസ്സിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ആപ്പിൾ ഫോണിൽ പാട്ട് കേൾക്കണമെങ്കിൽ ഏക ഓപ്ഷൻ ഇതേ ഉള്ളൂ. അപ്പൊ ആ ഒരു സംഭവമൊക്കെ പിന്നെ ഒരു 20,000 ഉണ്ടെങ്കിൽ ആർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ എയർപോർട്സ് പ്രോ സെക്കൻഡ് ജെൻ ടൈപ്പ് സി. ഇതിന്റെ തന്നെ ഒരു ലൈറ്റ്നിങ് വേരിയന്റ് ഉണ്ട്, അത് ഇതിനേക്കാളും വില കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതും വാങ്ങാം. ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, അതും വാങ്ങാം. എല്ലാം നല്ല ക്വാളിറ്റിയിൽ സോങ്സ് തരുന്ന ഒരു സംഭവം തന്നെയാണ്. അതൊക്കെ തന്നെ ഈ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെന്താ വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ ചാനലിന് വിഷു ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പടക്കം കേൾക്കുന്നുണ്ടല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ തന്നെ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വീഡിയോ കൗണ്ട് ഒക്കെ ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ.